ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും അങ്ങനെ പോകുന്നുണ്ട്, സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തേത് എൻ്റെ റൂം ടൂറാണ് കേട്ടോ. അതായത് കണ്ണൂർ മണിയറയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ, അതിലൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റങ്ങൾ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് റൂം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് എന്ന് കരുതിയിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷമായല്ലോ. ആ 6 വർഷം മുന്നേ ഉള്ള ആ ഒരു മോഡലും സെറ്റപ്പും ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് വേറൊരു കാര്യം പറയാം. നമ്മുടെ കണ്ണൂർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഇടയ്ക്ക് 1-2 നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കണ്ട്, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു കാര്യം പറയാം, എന്നെ ആരും അടിക്കാനോ കലമ്പാനോ വരരുത്. കാരണം എനിക്കറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്തിരുന്നു, എൻ്റെ ഉമ്മമാരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രം. അപ്പോൾ ആദ്യം തന്നെ പറയാം, നമ്മുടെ കണ്ണൂർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഒന്നുമല്ല. പക്ഷെ പണ്ട് കാലത്ത് ഈ ഒരു മണിയറ സിസ്റ്റം വന്നത് തന്നെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ കണ്ണൂരിൽ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം വീട്ടിലല്ലേ നിൽക്കുക. അപ്പോൾ ആ സ്വന്തം വീട്ടിലെ പെണ്ണിനും അതുപോലെ തന്നെ ഇവിടെ കയറി വരുന്ന പുതിയാപ്പിളമാർക്കും ഒരു അത്യാവശ്യം കുറച്ച് കാണാൻ ഭംഗിയിലും സെറ്റപ്പിലും ചെയ്തിട്ട് ഒരു റൂം കൊടുക്കും. അതിനാണ് നമ്മുടെ കണ്ണൂർ മണിയറ കാണാൻ പോക്ക് എന്ന് പറഞ്ഞിട്ട് ചടങ്ങും അങ്ങനെയല്ലേ, അറ കാണാൻ പോക്ക് എന്നൊക്കെ പറ്റും. അതാണ് കേട്ടോ കണ്ണൂരിലെ മണിയറ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാം, ആരും എന്നെ കലമാനം അടിക്കാനേ വരരുത്. എന്താന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റം ഇപ്പം ഇല്ല, ഞാൻ ക്ലിയർ ചെയ്ത് പറയാണ്. പണ്ട് ഉണ്ടായിരുന്നു ഈ ഒരു മണിയറ സിസ്റ്റം. പണ്ട് ഫസ്റ്റ് തന്നെ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ വന്നത്. കാരണം കണ്ണൂർ ജില്ലയിലാണല്ലോ ഈ ഒരു സിസ്റ്റം ഉള്ളത്, പെണ്ണിന്റെ വീട്ടിൽ നിൽക്കാന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ എടുത്ത് പറയാം, ഇപ്പൊ അങ്ങനെ ഒരു മണിയറ സിസ്റ്റം ഇല്ല. കാരണം എല്ലാ നാട്ടിലും എല്ലാ ജില്ലയിലും ഈ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അങ്ങനെ കണ്ണൂരിൽ നിന്ന് എടുത്തു പറയേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. പക്ഷെ ഞാൻ പഴയ കാലത്തെ കഥ പറഞ്ഞാണ്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണിനായാലും പെണ്ണിനായാലും സ്വന്തം വീട്ടിലാണെങ്കിലും ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും അത്യാവശ്യം കഴിവ് പോലെ അനുസരിച്ചിട്ട് ഓരോ പെണ്ണിന്റെ ചെക്കന്റെ കഴിവിനനുസരിച്ചിട്ട് അത്യാവശ്യം ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മണിയറ കൊടുക്കുമല്ലോ, റൂം കൊടുക്കുമല്ലോ. അതിന് എല്ലാവരുടെയും മണിയറ തന്നെയാണ് കേട്ടോ പേര് പറയാം. പക്ഷെ ഞാൻ എടുത്ത് പറയുന്നത് പണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റം കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ആരും എന്നെ അടിക്കരുത്. എന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ കണ്ണൂർ റെസിപ്പീസ് നോക്കി എടുത്ത് പറയുമ്പോൾ 1-2 കമന്റ്സ് കാണാറുണ്ട്, അതെന്തിനാ അങ്ങനെ പറയുന്നത് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ പറ്റും, പുതിയാപ്പിള സിസ്റ്റം തന്നെ ഫസ്റ്റ് ഈ സിസ്റ്റം കൊണ്ടുവന്നത് തന്നെ കണ്ണൂർ ജില്ലയിലാണ്. കുറച്ച് പായാരം കൂടുതലാണല്ലോ. മീൻസ് പണ്ട് കാലത്ത് പുതിയാപ്പിളമാരെ കുറച്ച് കെയറിങ് കൂടുതൽ കൊടുത്ത് നോക്കുക, അതൊക്കെ കണ്ണൂർ ജില്ലയിലേനു പണ്ടുള്ളതും. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പം പുതിയാപ്പിള, അമ്മോഷൻ അങ്ങനത്തെ ഒരു ചടങ്ങൊന്നുമില്ല. ഇപ്പം എല്ലാവരും ഒരുപോലെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക, അത്രമാത്രം. പണ്ട് കുറച്ച് അങ്ങനെ ഒരു കെയറിങ് കൂടുതൽ കൊടുക്കും. ഈ പൊന്നാനി ഭാഗത്ത് കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉമ്മാമ്മയൊക്കെ പറഞ്ഞത്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം എല്ലാവരും പുതിയാപ്പിളയായാലും ഉപ്പയായാലും പെണ്ണായാലും എല്ലാവരും തോളിൽ കൈയിട്ട് നല്ല ഫ്രണ്ട്ലി ആയി നടക്കുക, അതന്നെയല്ലേ ഉള്ളൂ അല്ലേ. അപ്പൊ അങ്ങനത്തെ ചെറിയ 1-2 തെറ്റിദ്ധാരണകൾ ഉണ്ട് കേട്ടോ. പിന്നെ വേറെ എന്താണ്, പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു 1-2 കമന്റ്സ് കണ്ട്, കണ്ണൂരിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചെക്കൻ്റെ കീശ കാലിയായി, ചെക്കൻ നശിച്ചു പോകുന്നൊക്കെ പറയുന്ന 1-2 കമന്റ്സ് ഞാൻ കണ്ടു കേട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത് ക്ലിയർ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കേട്ടോ. കണ്ണൂരിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചെന്ന് തന്നെ ചെക്കൻ നശിക്കുകയൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെണ്ണിന്റെ വീട്ടിലുള്ളതാണ് കൂടുതൽ താമസിക്കുക. അപ്പോൾ അതുകൊണ്ട് പെണ്ണിന്റെ വീട്ടുകാരുടെ ചെലവ് മൊത്തം ആണെടുക്കുന്നതെന്നുള്ള തെറ്റിദ്ധാരണ അവിടെ വരുന്നത്. പക്ഷെ ഒന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ, അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. നമ്മളിപ്പം നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭാര്യനെയും മക്കളെയും നമ്മൾ തന്നെ ചെലവെല്ലാം എടുത്തിട്ട് നോക്കണ്ടേ. ആ ഒരു കാര്യം കണ്ണൂർ ജില്ലയിൽ നടക്കുന്നുള്ളൂ. സ്വന്തം ഭാര്യനെയും മക്കളെയും വേറെ ആൾക്കാർ നോക്കൂലല്ലോ. നമ്മൾ കല്യാണം കഴിച്ചാൽ നമ്മൾ തന്നെ നോക്കണ്ടേ. അത് പിന്നെ അവർ സ്വന്തമായിട്ട് ചെയ്യണം, അല്ലാതെ അവരെ ഉപ്പാനെ ഉമ്മാനെ അനിയത്തിമാരെ ആരെയും നോക്കണം എന്നൊന്നും പറയുന്നില്ല. പിന്നെ ചിലവര് നമ്മളിപ്പോൾ എവിടെ പോയി കല്യാണം കഴിച്ചാൽ, ഏത് ജില്ലയിൽ ഏത് നാട്ടിൽ കല്യാണം കഴിച്ചാലും നമ്മുടെ ഉപ്പയും ഉമ്മയും പോലെ തന്നെയല്ല നമ്മുടെ ഭാര്യൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും സ്വന്തമായിട്ട് കാണണ്ടേ. അപ്പോൾ അവർക്ക് ഒരു സാധനങ്ങൾ അധികം വാങ്ങിക്കൊടുത്തെന്ന് വെച്ചിട്ട് അവരെ നമ്മൾ ഉമ്മാനെയും ഉപ്പാനെയും പോലെ കെയർ ചെയ്തതെന്ന് വെച്ചിട്ടോ ചിലവിട്ടിട്ട് അവർക്ക് എന്ത് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തതെന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ആരും ചോദ്യം ചെയ്യാനും വരുന്നില്ല. കാരണം എന്താ, നമ്മുടെ സ്വന്തം തന്നെയല്ല എല്ലാവരും. അങ്ങനെ പുതിയാപ്പിള ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു നിയമവും ഇല്ല കേട്ടോ. അപ്പോൾ ചില 1-2 കമന്റ്സ് ഒക്കെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്, കീശകാലിയാവും, പെണ്ണിനെ കണ്ണൂർ ജില്ലയിലെ പെണ്ണിനെ കഴിക്കാൻ പാടില്ല, കല്യാണം നശിച്ചു പോകും, അങ്ങനത്തെ. അതൊക്കെ പണ്ട് കാലം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള എനിക്കറിയില്ലേ. ഇപ്പം ഞാൻ ശരിക്കും പറയാം, അങ്ങനത്തെ ഒരു ഇതുമില്ല. കഴിവുള്ളവർ ചെലവെടുക്കും, കഴിവില്ലാത്തവർ അവരെ കഴിവിനനുസരിച്ച് നോക്കും, അത്ര മാത്രം കേട്ടോ. അല്ലാതെ പിന്നെ നമ്മൾ കല്യാണം കഴിച്ചത് നമ്മുടെ സ്വന്തം ഭാര്യനെയും മക്കളെയും നമ്മൾ നോക്കണമല്ലോ. അതിപ്പോൾ അവരുടെ ഉപ്പയും ഉമ്മയും നോക്കൂലല്ലോ, അത് മാത്രം. അത് പിന്നെ ചെലവെടുക്കാതെ പറ്റില്ല. അത് എല്ലാ നാട്ടിലും ഒരേ സിസ്റ്റം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്.
പിന്നെ വേറെ എന്താണ്, അത് 1-2 ഡൗട്ട് ആയിരിക്കല്ലോ ഉള്ളതുകൊണ്ട് ക്ലിയർ ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ കണ്ണൂർ മണിയറേന്റെ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കാലത്ത് ഈ ഒരു സിസ്റ്റം കണ്ണൂർ ജില്ലയിൽ ഫസ്റ്റ് ഉള്ളത് കൊണ്ടാണ് എടുത്തു പറയുന്നത് കണ്ണൂർ മണിയറ എന്നുള്ളൊരു പേര്. അല്ലാതെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ എല്ലാ നാട്ടിലും ഉണ്ട്. അവരവരെ കഴിവിനനുസരിച്ചിട്ട് ഓരോ ചെക്കനും പെണ്ണിനും റൂമൊക്കെ കൊടുക്കല്ലോ. ഓരോ ആൾക്കാർ നല്ല രീതിക്ക് ഇന്റീരിയർ വർക്ക് ചെയ്യും, ഓരോ ആൾക്കാർ സിമ്പിളായിട്ട് ചെയ്യും. അങ്ങനത്തെ 1-2 ഇത് മാത്രം. പിന്നെ വേറെ എന്താണ്, അല്ലാതെ കണ്ണൂർ ജില്ലയിൽ അങ്ങനെ വേറെ നിങ്ങളെ നാട് പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്. പക്ഷെ ഒരു സിസ്റ്റം ഉണ്ട്, നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു മാസത്തിലൊരു 5 ദിവസം ഹസ്ബൻഡിന്റെ വീട്ടിൽ 5 ദിവസമോ 10 ദിവസമോ കൂടുതൽ പോയി നിൽക്കും. അല്ലാതെ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം സ്വന്തം വീട്ടിൽ തന്നെയാണ് കേട്ടോ താമസിക്കുക. അങ്ങനത്തെ വേറെ ഇതൊന്നുമില്ല. പിന്നെ ഭക്ഷണത്തിന് ഞാൻ 1-2 റെസിപ്പീസൊക്കെ ഇടുന്ന സമയത്ത് കാണാറുണ്ട്, ഇതെന്താ കണ്ണൂർ മാത്രമല്ലല്ലോ എല്ലാവരെയും കൊടുക്കുന്ന റെസിപ്പീസ് അല്ലേ എന്നുള്ളത്. എല്ലാവരെയും കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ കണ്ണൂരല്ലേ, കണ്ണൂർ ജില്ലയിലാണ്, ഞാൻ തലശ്ശേരിയാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലായതുകൊണ്ട് എൻ്റെ നാട്ടിലെ റെസിപ്പീസ് എനിക്ക് ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഇങ്ങനെ കേട്ടില്ല, ഇത് പണ്ടുകാലം ഉപ്പയാപ്പിൾക്ക് കൊടുക്കുന്നതാന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ എനിക്ക് മറ്റുള്ള നാട്ടിലെ കാര്യം എങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു റെസിപ്പി ഇട്ടിട്ട് അതിന് ക്യാപ്ഷൻ തെറ്റിദ്ധാരണയോട് കൂടി കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇത് ഇന്ന നാട്ടിലാന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ നാട്ടിൽ അറിയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ നാടിൻ്റെ പേര് വെച്ചിട്ട് തന്നെ കൊടുക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ പറയാറുണ്ട്, ഇതൊക്കെ സിസ്റ്റമൊക്കെ വന്നത് ഫസ്റ്റ് കണ്ണൂർ തന്നെയാണ്, കണ്ണൂർ തലശ്ശേരിയാണ് ഫുഡിന്റെ കോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ്, അങ്ങനത്തെ നല്ല നല്ല കമന്റ്സും കേൾക്കാറുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഓരോ നാട്ടിൽ ഓരോരോ ടേസ്റ്റിനനുസരിച്ചും ഓരോരോ റെസിപ്പീസും ഉണ്ടല്ലേ വൈറലായത്. ഇപ്പം നമ്മുടെ ചില കണ്ണൂർ ഭാഗത്ത് കല്ലുമ്മക്കായൊക്കെ കണ്ണൂർ തലശ്ശേരിയല്ലേ കൂടുതൽ ഫേമസ്. അതുപോലെ തന്നെ ഓരോ നാട്ടിലും ഓരോന്നുണ്ടാവും. അങ്ങനെ ഇപ്പോൾ പത്തിരിയൊക്കെ മലപ്പുറം ഏരിയ അങ്ങോട്ടൊക്കെ പത്തിരി ഭയങ്കര ഫേമസ്. നമുക്ക് അങ്ങനെ പത്തിരി ഇല്ല, ഒറോട്ടിയൊക്കെയാണ് നമുക്കുള്ളത്. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ. അപ്പോൾ ഇത്ര തന്നെയാണ് കേട്ടോ നമ്മുടെ കണ്ണൂർ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലാണ്ട് അവർക്ക് ഇങ്ങനെ നമ്മുടെ കണ്ണൂർ ജില്ലക്കാർക്ക്, അതായത് നമുക്ക് അങ്ങനെ വലിയ കൊമ്പൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നിങ്ങളെ പോലെ തന്നെ, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണുള്ള അതുപോലെ തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ മണിയറ സിസ്റ്റം ഒക്കെ പണ്ട് മുതൽക്ക് ഇവിടെ പോലും സ്റ്റാർട്ട് ആക്കിയത്, ഇതിന് ശേഷം പോലും ഓരോ നാട്ടിലേക്ക് വരാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ 1-2 കഥയൊക്കെ കേട്ടു കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കണില്ലേ, അതിലുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകുന്നത് ഈ ഒരു എൻട്രി, ആ ഡോറും കാര്യങ്ങളും ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് നമ്മുടെ റൂം വന്നിട്ട്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ മൊത്തത്തിലുള്ള ഫുൾ വ്യൂ. ആദ്യം തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് ബാൽക്കണി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഒരു ചെറിയ ഡ്രസ്സിങ് റൂം സെറ്റപ്പും കൂടി ഉണ്ട് കേട്ടോ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഈ റൂം എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അപ്പോൾ 6 വർഷം മുന്നേയുള്ള ആ ഒരു ഡിസൈനും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ടൈമിൽ ട്രെൻഡായിട്ടുള്ള മോഡലായിരുന്നു കേട്ടോ അന്ന് നമ്മൾ റൂമിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കയറി വരുമ്പം തന്നെ മെയിൻ ഡോറിൽ നിന്ന് കയറി വരുമ്പം തന്നെ കാണുന്നത് ഇതുപോലെ സോഫയാണ്. 2 സീറ്റ് അത്യാവശ്യം നല്ല വീതിക്ക് കൊടുത്തിട്ടുള്ള സോഫയാണ്. അതുപോലെ തന്നെ ടീപ്പോയി വിത്ത് ടീപ്പോയാണ് കേട്ടോ. ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഫയുടെ മുന്നിൽ സെപ്പറേറ്റ് അല്ലേ ടീപ്പോയി ഇടുക. എൻ്റെ കല്യാണം ആ ഒരു ടൈമിലായിരുന്നു ഈ ഒരു ഫാഷൻ ഇറങ്ങിയിട്ടുള്ളത്, ഒന്നിച്ച് ടീപ്പോയി ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ താഴെ അതിൻ്റെ സോഫയുടെ മുന്നിലായിട്ട് നല്ലൊരു മാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഡോറിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടാണ് ഇതുപോലെ കട്ടിലും അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് വെക്കുന്ന വലിയ ഷെൽഫില്ലേ കബോർഡ്, അതും വെച്ചിട്ടുള്ളത്. മറ്റേ മിറർ വരുന്ന ഡ്രസ്സിങ് ടേബിൾ വെച്ചിട്ടുള്ളത് ഡ്രസ്സിങ് റൂമിലാണ് കേട്ടോ. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കട്ടിലിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. കട്ടിലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ജനൽ വന്നിട്ട് അതിൽ നമ്മുടെ ഓഫീസ് കർട്ടനും പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങളെ വീഡിയോയിൽ അന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ചോദിച്ചത്. ആ ഒരു ഇത് കണ്ടിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമായി റൂം ടൂർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ കട്ടിലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഇതുപോലൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കബോർഡ് തന്നെ സെയിം ഡിസൈൻ തന്നെ അപ്പുറത്തെ കട്ടിലിൻ്റെ ആ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും കബോർഡ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പാനലിങ് വർക്ക്, ഇത് ജനലിന് നമ്മൾ പാനലിങ് ചെയ്യുമല്ലോ, അതിൽ തന്നെ ഈ ഒരു വർക്ക് കൊടുത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഓരോ കള്ളിയിലും നമ്മൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഈ ഒരു ലൈറ്റ്സൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നല്ലോ, മൊത്തത്തിൽ ലൈറ്റ് വർക്കായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ ലൈറ്റ് വർക്ക് ഓവർ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് അപ്പോൾ കർട്ടൻ കണ്ടില്ലേ, ഇതൊരു ഓഫീസ് കർട്ടൻ കൊടുത്തിട്ടില്ല. ആ ഒരു സമയത്തുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്.
അതുപോലെ തന്നെ കട്ടിലിൻ്റെ ഈ ഒരു സൈഡിലും നമ്മൾ അൽമാരിക്കൊക്കെ കൊടുത്ത പോലെ തന്നെ ആ ഒരു വീട്ടിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, നമ്മളെ റൂം മൊത്തത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളത് തേക്കിൽ വീട്ടി ഡിസൈൻ വെച്ചിട്ടാണ് കേട്ടോ. ഫുള്ള് തേക്കാണ് ഫർണിഷിങ് ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ടൈമിൽ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എന്ന് പറയുക ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ്, ഇതിന് വീട്ടി എന്ന് പറയാം, വീട്ടി മരത്തിൻ്റെ ആ ഒരു ഡിസൈനാണ്. അപ്പോൾ അത് ഭയങ്കര ട്രെൻഡായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വീട്ടി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടില്ല കട്ടിലിൻ്റെ താഴെയും വരുന്നുണ്ട് ഈ ഒരു വീട്ടി ഡിസൈൻ തന്നെ. പിന്നെ കണ്ടില്ല അൽമാരിയും കണ്ടില്ല, മൊത്തത്തിൽ അതിൻ്റെ ആ ഒരു കട്ട് വർക്ക് കൊടുത്തിട്ടുള്ളത് വീട്ടി ഡിസൈനിലാണ്, തേക്കിൽ തന്നെ. അപ്പോൾ അൽമാരി 3 ഡ്രോയറുള്ള അൽമാരിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബെഡിൽ വിരിച്ചിട്ടുള്ള വിരിപ്പ് എന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ വിരിപ്പാണ് കേട്ടോ. അത് ഉപ്പ ഒമാനിൽ നിന്ന് വരുന്ന ടൈമിൽ ഉപ്പ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ, കല്യാണത്തിൻ്റെ സമയത്ത് വരുന്നേരം ഉപ്പ ആദ്യം മസ്കറ്റിലേനു. പിന്നെ അപ്പോൾ ആ ഒരു വിരിപ്പൊന്നും ഞാൻ വിരിക്കലില്ല ഇപ്പം, കല്യാണത്തിൻ്റെ ടൈമിൽ കുറച്ച് ഹെവി ആയിട്ടുള്ളതാണല്ലോ അത്. അപ്പോൾ ഞാനിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പുതുമ കാണാൻ വേണ്ടിയിട്ട്, പിന്നെ നിങ്ങൾക്കൊരു സെറ്റപ്പ് അത്യാവശ്യം കാണിക്കാൻ ആ ഒരു വിരിപ്പെല്ലാം വിരിക്കണമല്ലോ, അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കട്ടിലിൻ്റെ ഇപ്പുറത്തെ സൈഡിലും കണ്ടില്ല ആ ഒരു സെയിം അപ്പുറത്തെ സൈഡിലുള്ള പോലെ തന്നെ മൊത്തത്തിൽ ഓരോ തട്ട് കൊടുത്തിട്ട് അതിൽ ലൈറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ താഴെ ആ ഒരു കുഞ്ഞു കബോർഡില്ല അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ, 2 സൈഡിലുണ്ട്. അത് നമുക്ക് എടുത്തിട്ട് മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ, എവിടെയെങ്കിലും കൊണ്ടുവെക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കർട്ടൻ കണ്ടില്ലേ, ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ട് വലിക്കുന്ന കർട്ടനാണ് കേട്ടോ, നമ്മുടെ ഓഫീസ് കർട്ടനായില്ലേ. അപ്പോൾ ഇത് വന്നിട്ട് നെറ്റിലാണ് വരുന്നത്, മൊത്തത്തിൽ നെറ്റാണ്, അതിൽ ചെക്സ് മോഡൽ വരുന്നത് ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മുടെ കട്ടിലിൻ്റെ ഈ ഒരു സൈഡിലും തേക്കിൽ വീട്ടി ഡിസൈൻ ആ ഒരു അൽമാരിൻ്റെ ഒക്കെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സൈഡിൽ വരുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ജനലിന് നമ്മൾ മൊത്തത്തിൽ പാനലിങ് കൊടുത്തിട്ട് ആ പാനലിങ്ങിലാണ് കേട്ടോ ഈ ഒരു തട്ട് പോലെയെല്ലാം ആക്കിയിട്ട് ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡ് സോഫ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സിങ് റൂം കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ വാൾ ഫാനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, കാരണം സീലിംഗ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ AC ഉണ്ടല്ലോ അപ്പുറത്തെ സൈഡിൽ, അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പം നമ്മുടെ റൂമിൻ്റെ മെയിൻ ഡോറിൽ നിന്ന് റൈറ്റ് സൈഡിലായിട്ടാണ് ഡ്രസ്സിങ് റൂം വന്നിട്ട് അവിടെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മെയിൻ ഡോറിലും ഈ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ കയറുന്നിടത്തൊക്കെ മൊത്തത്തിൽ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, തേക്കിൽ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഡ്രസ്സിങ് ട്രാബിൾ വന്നിട്ട് മിറർ കൊടുത്തിട്ട് ലോങ് ആയിട്ടുള്ള മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കാണുന്ന ആ ഒരു വ്യൂക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സിങ് ടേബിളിന് ഇതുപോലെ 2 തട്ട് കൊടുത്തിട്ട് താഴെ 2 കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്ന പൗഡർ സ്പ്രേ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ, ഇത് നമ്മൾ ലീവ്സിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. ലീവ്സിന് ഏകദേശം എനിക്ക് 3 മാസം കഴിഞ്ഞപ്പാടുവാൻ തോന്നുന്നുണ്ട്, ഏകദേശം 4 മാസം സ്റ്റാർട്ടാക്കിയ പാടങ്ങാൻ പാസ്പോർട്ടിൽ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയിനേനു. ആ ടൈമിൽ ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ, അവൾ ജസ്റ്റ് കുമ്പിട്ട് വന്നിട്ടാന്ന് തോന്നുന്നു, കുമ്പിട്ട് തല പൊക്കുന്നേന്ന് തോന്നുള്ളൂ. അങ്ങനെ ഇങ്ങനെ ഇരുത്തിയിട്ടും കുമ്പിടുത്തിട്ടും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോ ആണ് കേട്ടോ. കറക്റ്റൊക്കെ ഓർമ്മയില്ല, കുമ്പിടാൻ തുടങ്ങിനോ എന്നുള്ളത് ഓർമ്മയില്ല. അപ്പോൾ എനിക്കൊന്ന് 3 മാസം പൂർത്തിയായി കഴിഞ്ഞപ്പാടാ 4-ാം മാസം സ്റ്റാർട്ട് ചെയ്തിനോ എന്നുള്ളത് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ആ ഒരു ടൈമിലുള്ള ഫോട്ടോ ആണ് ഇത്. അപ്പോൾ ജസ്റ്റ് സ്റ്റുഡിയോ പോയപ്പോൾ അവരെടുത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇരുത്തിയിട്ട് നമ്മൾ ബാക്കിൽ പിടിച്ചിട്ടാണ് കേട്ടോ ഉള്ളത് ഡ്രസ്സിൽ, അല്ലാതെ ചേരുന്ന പോവും. അങ്ങനെ ആ ഒരു രീതിക്ക് ഈ ഒരു ഫോട്ടോ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പാസ്പോർട്ടിൽ എടുക്കാൻ പോയ സമയത്ത് അവർ സ്റ്റുഡിയോയിൽ ആക്കി വെച്ചിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ, കലണ്ടർ ആക്കിയിട്ട്. അങ്ങനെ ജസ്റ്റ് എപ്പോഴോ പോയ സമയത്ത് അവരിങ്ങനെ തന്നതാണ്. അപ്പോൾ മിറർ കണ്ടില്ല, നല്ല ലോങ് ആയിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താൽ മൊത്തത്തിൽ ഫുൾ വ്യൂ കാണുമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഒരു ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു സൈഡിലാണ് കേട്ടോ, ഡ്രസ്സിങ് റൂമിൽ തന്നെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നത്. അപ്പോൾ ബാത്റൂമിൻ്റെ ഡോറ് എന്ന് പറയുന്നത് വുഡിൽ തന്നെ ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മൾ വീട്ടിനെ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷെൽഫിനൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തില്ലേ, ആ ഒരു ഡിസൈൻ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂമിൻ്റെ മെയിൻ ഡോറിനുള്ളിൽ നമ്മളൊരു ഫൈബറിൻ്റെ ഡോറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ നിന്ന് ബാത്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളമൊന്നും ഇങ്ങോട്ടേക്ക് തെറിക്കില്ലല്ലോ. മെയിൻ ഡോറിലേക്ക് ഡയറക്റ്റ് വുഡിലേക്ക് തെറിച്ചാൽ ഡോറ് ചീത്തയായി പോകില്ല, അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് ഉള്ളിൽ. അതുകൊണ്ട് നല്ല നീറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം വന്നിട്ട്. അപ്പോൾ നമ്മൾ ബാത്റൂം കണ്ടില്ലേ, സാധാ നോർമൽ എല്ലാവരെയും ബാത്റൂം പോലെ തന്നെ ഹീറ്ററുണ്ട്, അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ്, പിന്നെ ഷവർ കാര്യങ്ങൾ സെറ്റപ്പ് എല്ലാവരുടെയും ബാത്റൂം പോലെ തന്നെ കേട്ടോ. ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഈ ഒരു സൈഡിൽ വന്നിട്ട് വാഷ് ബേസിൻ മിറർ സെറ്റപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈല് നല്ല ഭംഗിയായിട്ടോ, ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല രസമാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു വൈറ്റും മിക്സഡ് കളർ കോംബോ ആയിട്ട് വന്നിട്ട് ഇത്. പിന്നെ ഈ ഒരു ബാത്റൂം നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, ബക്കറ്റൊക്കെ ഇങ്ങനെ വെച്ചായിരുന്നില്ല,
നമ്മൾ ആരും യൂസ് ചെയ്യില്ല കേട്ടോ. ഷൊമ്മ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യും, കാരണം ഷൊമ്മ ഉണ്ടെങ്കിലല്ലേ നമ്മൾ മേലെ കിടക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ താഴെ തന്നെ കിടക്കുക. പിന്നെ നമ്മളും ഇപ്പം നാട്ടിൽ അങ്ങനെ ഇല്ലല്ലോ, ഇപ്പോൾ കുറച്ചല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഈ ബാത്റൂമോ റൂമൊന്നും ആരും യൂസ് ചെയ്യില്ല കിടക്കാൻ വേണ്ടിയിട്ട്. ഷൊമ്മ ഉള്ളവരെ മാത്രമേ ഉപയോഗിക്കൂ. എപ്പോഴും കഴുകി തുടച്ച് നീറ്റാക്കി വെക്കുന്നല്ലാണ്ട് അങ്ങനെ ഉപയോഗിക്കില്ല, കാരണം ആരും മേലെയൊന്നും കിടക്കാൻ ആൾക്കാരില്ല, നമ്മളാകെ 3-4 പേരല്ലേ ഉള്ളൂ. അത് താഴെ തന്നെ അഡ്ജസ്റ്റ് ആവും അത്രമാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ വ്യൂ. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് സീലിംഗ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സീലിങ്ങിൻ്റെ ആ ഒരു മിഡിലുള്ള ലൈറ്റ് കണ്ടില്ലേ, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അതിങ്ങനെ കളേഴ്സ് മാറിക്കൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കും, നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേണോ അതിനനുസരിച്ച് മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ സീലിംഗ് മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു കബോർഡ് അതുപോലെ തന്നെ ഷെൽഫ് കാര്യത്തിനൊക്കെ മാച്ചായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു തേക്കിൻ്റെ ഡിസൈൻ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് സീലിംഗ്. തേക്കാണല്ലോ നമ്മുടെ ഫർണിഷിങ്, അതിന് മൊത്തത്തിനായിട്ട് മാച്ചായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആ മിഡിലുള്ള റൗണ്ട് വരുന്ന ആ ഒരു ലൈറ്റ് ബ്ലൂടൂത്ത് കണക്ഷനാണ് കേട്ടോ. പാട്ടൊക്കെ വെക്കാൻ പറ്റും നമുക്ക്, ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നല്ല സൗണ്ടിൽ പാട്ടും കാര്യങ്ങളൊക്കെ വെക്കുക. അപ്പോൾ ഇതാണ് സീലിങ്ങിൻ്റെ ആ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡിൽ അങ്ങനെ ഒരു ചെറിയൊരു ലൈറ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്, പിന്നെ അപ്പുറത്തെ സൈഡിൽ AC വന്നിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാൽക്കണി കാണിച്ചു തരാം. ഈ ഒരു സീലിങ്ങില്ലേ ശരിക്കും ഡയറക്റ്റ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല മൊഞ്ചാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു സീലിങ്ങിൻ്റെ ലൈറ്റ് ഇങ്ങോട്ടേക്ക് ക്യാമറയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടി മൊത്തത്തിൽ ബ്ലറായി പോകുന്നു. ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ, നല്ല മൊഞ്ചിൻ്റെന് ശരിക്കും ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബാൽക്കണി തുറന്നിട്ടുണ്ട്. ബാൽക്കണീൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇത്രയ്ക്ക് തന്നെ കേട്ടോ. എല്ലാവരുടെയും ഉള്ള പോലെ തന്നെ ചെറിയൊരു ഇരുത്തി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ സ്റ്റീലിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിന്, ഇത്ര തന്നെ. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ ടെറസാണ് കേട്ടോ വരുന്നത്, അതുകൊണ്ട് അവിടെ തുണിയൊക്കെ ഇറക്കിയിട്ടിട്ട് കാണുന്നില്ലേ. അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ, ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസം. ഇവിടെ ഇരിക്കാൻ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ചെറുതായിട്ട് പ്രാവ് വന്നിട്ട് പണി പറ്റിക്കും, ആ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റൂം ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നത്, കാരണം കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ സിസ്റ്റമൊക്കെ എന്താണെന്നുള്ളതും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മണിയറ കൊടുക്കലുണ്ട് എന്നുള്ളതും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, എവിടെയെല്ലാം ഉള്ളതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്